മധ്യ കേരളത്തിന് സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും, അങ്ങനെ വെച്ചുമാറൽ രീതിയിലുള്ള ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതൊക്കെ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ചർച്ചകൾ അന്തിമമായി പ്രഖ്യാപിക്കുമ്പോഴേ അത് നമുക്ക് അറിയുള്ളൂ. കാരണം ഒരു ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരു കൺസെൻസസ് എത്തേണ്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞുകൂടല്ലോ. ഫൈനലാവുമ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ വന്നേക്കാം. എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസങ്ങൾ കേരളത്തിൽ വരില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ സീറ്റുകൾക്ക് അർഹതയുണ്ട്. പക്ഷേ പൊതു താല്പര്യം ഞങ്ങൾ കണക്കിലെടുത്തേ എപ്പോഴും പോകാറുണ്ട്. ഇപ്പം ഓരോരാൾക്കും ഓരോരോ മാതൃകകൾ ഉണ്ടാവുമല്ലോ മുന്നിൽ നിർത്താൻ. അങ്ങയെ സംബന്ധിച്ച് എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആവണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ആയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ നേതാവ് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്ര കാലത്തിനിടയിൽ അങ്ങയുടെ ഒരു? അല്ല, ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന നമ്മളെപ്പോൾ ഏറ്റവും അധികം ഒരു ലീഡറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പറ്റി പറയാനല്ലേ നമുക്ക് തോന്നുക. വളരെ ചെറുപ്പത്തിലാണെങ്കിൽ സ്കൂൾ ഡേയ്സിലാണെങ്കിൽ പൂക്കോയ തങ്ങൾ, അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിച്ചില്ല ശിഹാബ് തങ്ങൾ. ഇതല്ലാതെ ഞാനിപ്പോൾ ആരെ പറയാം? കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒപ്പം നടക്കുകയും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്ത ആളാരാണ് എന്ന് ഈ ചോദ്യം മാറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ മെറിറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശിഹാബ് തങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് ശേഷമുള്ള തങ്ങൾ ഫാമിലി പൊതുവെ നമ്മളൊരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ലീഡേഴ്സാണ് അവർ.